കേരളം ഭരിക്കുന്ന പിണറായി സർക്കാരിന്റെ ഭരണത്തിന് അവസാനത്തെ ആണിയടിക്കാൻ ഒരു സ്ത്രീ എത്തുകയാണ്. കെ കവിത. സാക്ഷാൽ തെലങ്കാന മുൻ മുഖ്യമന്ത്രി ചന്ദ്രശേഖര റാവുവിന്റെ മകൾ. പറയുമ്പോൾ തന്നെ മനസ്സിലായി കാണും. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതാണ്, ഏതൊരു സർക്കാരിനും താഴെ വീഴാനുള്ള കാരണങ്ങളിലൊന്ന് ഒരു വനിത അല്ലെങ്കിൽ മദ്യം. ഇത് രണ്ടും ചേർന്നതാണ് കവിതയുടെ വരവ്. മദ്യനയ കേസിൽ തിഹാർ ജയിലിൽ കിടക്കുന്ന ഏറ്റവും വലിയ തട്ടിപ്പുകാരിയാണ്. മന്ത്രി MP രാജേഷിനൊപ്പം മുഖ്യമന്ത്രിക്കും വേണ്ട സഹായങ്ങൾ ചെയ്തത് എന്ന് ഇവിടെ വ്യക്തമാവുകയാണ്. ഇവിടെ നടന്നത് അഴിമതിയാണെന്ന് തെളിയാൻ പോവുകയാണ്. ഇനി എത്ര ന്യായീകരിക്കാൻ ശ്രമിച്ചാലും ഓരോ കള്ളങ്ങളും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. പുറത്തു വിടുകയാണ് പ്രതിപക്ഷം. ഓരോ തെളിവുകളും ജീവിക്കുന്ന തെളിവുകളായി പുറത്തു വരുമ്പോൾ ഭരണപക്ഷത്തിന് കീഴടങ്ങിയേ മതിയാകൂ. അത് ചരിത്ര സത്യമാണ്. അതായത് പാലക്കാട് എലപ്പുള്ളിയിൽ മദ്യനിർമ്മാണശാലയ്ക്ക് പ്രാഥമിക അനുമതി നൽകാൻ തീരുമാനിച്ച കേരളത്തിലെ സർക്കാരിനെ വിടാതെ പിന്തുടരുകയാണ് പ്രതിപക്ഷം. പരിഷ്കരിച്ച മദ്യനയത്തിന്റെ അടിസ്ഥാനത്തിൽ മദ്യനിർമ്മാണശാല ആരംഭിക്കാൻ ഒയാസിസ് എന്ന കമ്പനി അപേക്ഷയുമായി സമീപിച്ചുവെന്നും അതുപ്രകാരമാണ് അനുമതി നൽകിയത് എന്നുമുള്ള സർക്കാർ വാദത്തെയാണ് പ്രതിപക്ഷം ചോദ്യം ചെയ്യുന്നതും പൊളിച്ചടുക്കുന്നതും. 2023 ജൂൺ 16 ജല അതോറിറ്റിക്ക് ഒയാസിസ് നൽകിയ അപേക്ഷയിൽ പറയുന്നത് ഇങ്ങനെയാണ്: നീതി ആയോഗിന്റെ നിർദ്ദേശവും സംസ്ഥാന സർക്കാരിന്റെ ക്ഷണവും പ്രകാരം എഥനോൾ പ്ലാന്റ് സ്ഥാപിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. 600 മുതൽ 650 കോടി രൂപ ചെലവിൽ ആ പദ്ധതി നടപ്പാക്കും. കമ്പനിയെ സർക്കാർ ക്ഷണിച്ചതാണെന്ന് ഇതിൽ വളരെ വ്യക്തമായിരിക്കുന്നു. മദ്യനയം മാറ്റുന്നതിന് മുൻപ് തന്നെ ആ കമ്പനിയുമായി ഡീൽ ഉറപ്പിച്ചു എന്നാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത്. ഒരു ഡീൽ ഉറപ്പിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയന് കഴിയുന്നുണ്ടെങ്കിൽ അതിൽ എത്രത്തോളം അഴിമതി നടന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇനി പുറത്തു വരാൻ പോകുന്നത്. അപേക്ഷ നൽകിയ അന്നു തന്നെ വെള്ളം നൽകാമെന്ന് ജല അതോറിറ്റി സൂപ്രണ്ട് എഞ്ചിനീയർ അറിയിച്ചത് വെറുതെയല്ല. ഇതിന് പിന്നിലെ അഴിമതിയുടെ ആ കോടിക്കണക്കിന് രൂപയുടെ പിൻബലം കൊണ്ട് തന്നെയാണ്. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ അംഗീകാരമുള്ളതിനാലാണ് പ്ലാന്റ് സ്ഥാപിക്കാൻ ഒയാസിസിന് അനുമതി നൽകിയത് എന്ന സർക്കാരിന്റെ വാദം പൂർണ്ണമായും തെറ്റായി വരികയാണ്. എഥനോൾ നിർമ്മാണ കമ്പനികൾക്കായി IOC നടത്തിയ ഈ ടെൻഡറിൽ പങ്കെടുക്കാൻ ജലലഭ്യത നിർബന്ധമായിരുന്നു. അതിനു വേണ്ടിയാണ് ഒയാസിസ് കമ്പനി 2023 ജൂണിൽ ജല അതോറിറ്റിയെ സമീപിച്ചത്. സംസ്ഥാന സർക്കാരിന്റെ ക്ഷണമുണ്ടെന്ന് അന്നു തന്നെ ഈ ഒയാസിസ് കമ്പനി വ്യക്തമാക്കിയതാണ്. അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, ഒയാസിസ് എന്ന ദില്ലി മദ്യ അഴിമതിയിൽപ്പെട്ട കമ്പനി പിണറായി സർക്കാരിന്റെ ഏറ്റവും അടുത്ത ആളായി എങ്ങനെ മാറിയെന്നാണ് ഈ പറഞ്ഞു വരുന്നത്. മറ്റൊന്നുമല്ല, അവിടെയാണ് കെ കവിതയുടെ കൈകൾ എത്തുന്നത്. BRS നേതാവ് കെ ചന്ദ്രശേഖര റാവുവിന്റെ മകളും ഡൽഹി മദ്യനയ കേസ് പ്രതിയുമായ കെ കവിതയാണ് ഒയാസിസ് കമ്പനിയെ കേരളത്തിന്റെ എക്സൈസ് മന്ത്രി MP രാജേഷിന് പരിചയപ്പെടുത്തിയത്. കവിതയെ അവസാനം കണ്ടത് 2019 എന്ന് പറഞ്ഞ് മന്ത്രി തടി തപ്പുകയാണ്. ശുദ്ധ തട്ടിപ്പാണ് മന്ത്രി പറഞ്ഞത്. കേരളത്തിന്റെ മന്ത്രിയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 2022 രാജേഷ് സ്പീക്കറായിരിക്കെ കവിത നിയമസഭയിൽ അതിഥിയായി എത്തിയത് ഈ ലോകം തന്നെ കണ്ടതാണ്. മദ്യനിർമ്മാണ കമ്പനിയായ ഒയാസിസുമായി ബന്ധമുണ്ടെന്ന് ആരോപണമുള്ള തെലങ്കാനയിലെ BRS നേതാവ് കെ കവിത MP രാജേഷ് സ്പീക്കറായിരിക്കെ 2022 കേരള നിയമസഭ സംഘടിപ്പിച്ച ചടങ്ങിൽ അതിഥിയായിരുന്നു. എന്നിട്ടാണ് പറയുന്നത് 2019 കവിതയെ താൻ കണ്ടിട്ടുള്ളൂ എന്ന്. ജനങ്ങളെ പറ്റിക്കുകയാണ് മന്ത്രി MP രാജേഷ്. പാർലമെന്റിലെയും സംസ്ഥാന നിയമസഭകളിലെയും വനിതാ അംഗങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തിയ സമ്മേളനത്തിലാണ് അന്ന് കവിത പങ്കെടുത്തത്. 2022 മെയ് 26-നും 27-നുമായിരുന്നു ആ സമ്മേളനം നടന്നത്. മാത്രമല്ല 27-ാം തീയതി നടന്ന അണ്ടർ റെപ്രസെന്റേഷൻ ഓഫ് വിമൻ ഇൻ ഡിസിഷൻ മേക്കിംഗ് ബോഡീസ് എന്ന വിഷയത്തിൽ നടന്ന ചർച്ചയിൽ ഇതേ കവിത സംസാരിച്ചിരുന്നു. ഈ സെഷനിൽ രാജേഷും ഒപ്പം പ്രസംഗിച്ചിരുന്നു. അപ്പോൾ കവിത തെലങ്കാനയിൽ MLC ആയിരുന്നു. തെലങ്കാനയിലെ നിസാമാബാദിൽ നിന്നുള്ള ലോകസഭാ അംഗമായിരുന്ന കാലത്തും കവിത കേരള നിയമസഭയിൽ എത്തിയിട്ടുണ്ട്. ഇതൊക്കെ കേരളത്തിലെ ജനങ്ങളെല്ലാം കണ്ടിട്ടും താൻ 3 വർഷം മുൻപാണ് കവിതയെ കണ്ടത് എന്ന് പറയുന്നത്
പച്ചക്കള്ളമാണ്. അങ്ങനെ ഒരു പച്ചക്കള്ളം പറയാൻ ഈ മന്ത്രിയെ പ്രേരിപ്പിച്ചത് ഇതിനു പിന്നിൽ അഴിമതിയുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം കൊണ്ട് തന്നെയാണ്. നിയമസഭയുടെ വജ്ര ജൂബിലി ആഘോഷങ്ങളോടനുബന്ധിച്ച് നടന്ന പരിപാടിയിലായിരുന്നു കവിതയുടെ പ്രസംഗം നടന്നത്. അന്നു മുതൽ തുടങ്ങിയതായിരിക്കാം ചിലപ്പോൾ ഇവരുടെ മദ്യബന്ധം. എന്നിട്ടാണ് കവിതയെ കണ്ടത് പണ്ടാണ് എന്നൊക്കെ തട്ടിവിടുന്നത് മന്ത്രി. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, മന്ത്രി MP രാജേഷും അത്ര പുണ്യാളനൊന്നുമല്ല. മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടി തന്നെയായിരിക്കാം ഇതൊക്കെ ചെയ്തതെങ്കിലും തട്ടിപ്പ് വലിയ രീതിയിൽ നടന്നിട്ടുണ്ട് എന്ന് പ്രതിപക്ഷവും പ്രതിപക്ഷ നേതാവും തെളിയിക്കാൻ പോവുകയാണ്. പിണറായിയും രാജേഷും കവിതയുടെ മദ്യബന്ധത്തിൽ കുടുങ്ങും എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു.